പറഞ്ഞല്ലോ പടത്തിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെ. പടം നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം. രസകരമായ പടമാണ്, അത് ഭയങ്കര ഫണ്ണാണ്. ഞാൻ ഈ പടത്തിൽ നല്ല ക്യാരക്ടറാണ് അഭിനയിക്കുന്നത്. പടം വളരെ നന്നായിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഈ പടത്തിൻ്റെ പോസ്റ്റർ റിസീവ് ചെയ്തതാണ്. ഭയങ്കര ഫണ്ണായിരുന്നു, അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ബാക്കി എക്സ്പീരിയൻസ് അല്ല, പിന്നെ എല്ലാ സുഹൃത്തുക്കളാണ്, ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് വലിയ അറിവില്ലായിരുന്നു, എന്നാലും അറിയാം. പേടിക്കേണ്ടി വരുമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മളോട് എല്ലാവരും പറഞ്ഞത് ഇവിടെ ഒരു വേഷമുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയും ഞങ്ങളോട് വരാം, ഇവിടെ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാം. അത് കഴിഞ്ഞാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും ഇത്രയും അതൊരു വലിയ സംഭവമായിട്ട് മാറ്റി എന്നുള്ളതാണ് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും ശിഷ്യന്മാരാണ് ഞങ്ങൾ. സുഹൃത്തുക്കളാണെങ്കിലും അയാൾ ശരിക്കും ആശാനും ഞങ്ങളെല്ലാം ശിക്ഷിക്കണം നല്ല തന്നെയാണ്. അത് അതുപോലെ തന്നെ സിനിമയിലും അങ്ങനെ വന്നിരിക്കുന്നു. അതെന്തായാലും എന്താ പറയുക, ശരിക്കും സുഹൃത്ത് എന്നൊരു വലിയൊരു ആശാൻ തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷം എനിക്കുള്ളത്. നമുക്ക് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെ കാണുമ്പോഴാണ് അതിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തുറന്നിരുന്നെങ്കിൽ ഒരു ഡയറക്ടർ പടം എന്ന് പറഞ്ഞാൽ കാണേണ്ട പടമാണ്. എനിക്കതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും കർത്താവിന് ഓരോ രൂപമാണ്. എനിക്ക് അതാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്ന കർത്താവിന് താടിമുടിയൊക്കെ വളർത്തിയിട്ട് നല്ല ചുള്ളനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഓരോ സൈറ്റ് ഓരോ രൂപമാണ്. എന്താണെങ്കിൽ വെളുത്തിട്ട് ഇംഗ്ലണ്ടിൽ വെളുത്തിട്ട് വെസ്റ്റ് ഇൻഡീസിൽ കറുത്തിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലാക്കിയിട്ട് ആ പടം കൊണ്ടുപോയിട്ട് നല്ല കളർഫുള്ളായിട്ട് കൊണ്ടുപോയിട്ട് നന്നായിട്ട് അഭിനയിച്ചവരെല്ലാവരും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പടം നമ്മൾ ഫസ്റ്റ് തുടങ്ങിയൊരു പടത്തിന് ഞാനുണ്ടായിരുന്നു. നല്ല ഒരു റൈറ്ററാണ്, നല്ലൊരു അഭിനേതാവുമാണ്, നല്ലൊരു ഡയറക്ടറാണ്, പൊളിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ച്. ആക്ച്വലി പറഞ്ഞാൽ ഒരു വലിയ പോക്കാണ്, പക്ഷേ ഭയങ്കര രസമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരീക്ഷണമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്തരം പരീക്ഷണം എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടാകുന്ന ഒരു വലിയ കാര്യമാണ്. ഇതിന് മാത്രമേ ധൈര്യമുണ്ട്. പക്ഷെ ഭയങ്കര ഒരുപാട് ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലാണ് ഇന്നത് ട്രീറ്റ് ചെയ്തിരിക്കുന്നുള്ളത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊരു ഘടകമാണ്. ഇതൊന്നും ബോറടിക്കില്ല. ഇത്രയും ഒരു ഗൗരവമുള്ള പ്രമേയം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും മൂവി കണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം പറയുമ്പോൾ കോൺട്രവേഴ്സി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് മതമാണ്, അതാണ് കൊള്ളും. പക്ഷേ അവതരിപ്പിച്ച രീതി അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ മാത്രം കണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. ആർട്ടിസ്റ്റുകൾ വളരെ സന്തോഷത്തിലാണ് പ്രേക്ഷകരോട് കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്.